അഹ്റോന്റെ നിയമനം. പുറപ്പാടിൻ്റെ പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അഹ്റോന്റെ നിയമനം. മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഒരിക്കലും വാക്ചാരിതയുള്ളവനായിരുന്നില്ല. അങ്ങ് ദാസനോട് സംസാരത്തിന് ശേഷവും അങ്ങനെ തന്നെ. സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത്? ആരാണ് അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? കർത്താവായ ഞാനല്ലേ. ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. നീ പറയേണ്ടതെന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. എന്നാൽ അവൻ അപേക്ഷിച്ചു, കർത്താവേ, ദയചെയ്ത് മറ്റാരെയെങ്കിലും അയക്കണമേ. അപ്പോൾ കർത്താവ് മോശയോട് കോപിച്ചു പറഞ്ഞു, നിനക്ക് ലേവ്യനായ അഹ്റോൻ എന്നൊരു സഹോദരനുണ്ടല്ലോ. അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം. ഇതാ, അവൻ നിന്നെ കാണാൻ വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ സന്തോഷിക്കും. പറയേണ്ട വാക്കുകൾ നീ അവന് പറഞ്ഞു കൊടുക്കുക. ഞാൻ നിൻ്റെയും അവൻ്റെയും നാവിനെ ശക്തിപ്പെടുത്തും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യും. അവൻ നിനക്ക് പകരം ജനത്തോട് സംസാരിക്കും. അവൻ നിന്റെ വക്താവായിരിക്കും. നീ അവന് ദൈവത്തെ പോലെയും. ഈ വടി കയ്യിലെടുത്തുകൊള്ളുക. നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും.